Hello everyone, welcome to Central Government Job Updates. അപ്പോൾ നമ്മുടെ UPSCയുടെ സ്വന്തം CAPFന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സസ്. അതിൽ അസിസ്റ്റന്റ് കമാൻഡൻസിന്റെ റിക്രൂട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കണ്ടക്ടിങ് അതോറിറ്റി എന്ന് പറയുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നോട്ടിഫിക്കേഷൻ റിലീസ് ആയത് 20th February ആണ്. ഫെബ്രുവരി 20 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. അതിൽ ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയതും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതും ഫെബ്രുവരി 20 ഇനി അഡ്മിറ്റ് കാർഡ് ഒക്കെ അവൈലബിൾ ആവുന്നത് ഒരു വീക്ക് ബിഫോർ എക്സാം ആണ്. എക്സാമിന് ഒരാഴ്ച മുന്നേ ആണ്. ഇനി ലാസ്റ്റ് ഡേറ്റ്, നമ്മുടെ ഡെഡ് ലൈൻ അപ്ലൈ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 12 March 2026 ആണ്. മാർച്ച് 12 വരെ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, ഇനി റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 19th July ആണ്. അപ്പോൾ ജൂലൈ മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പം വേക്കൻസി സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് 349 വേക്കൻസീസ് ആണ് വരുന്നത്. ഇതിൽ ഓരോന്നിനും ഓരോ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഓരോ ഫോഴ്സിന് വേണ്ടിയിട്ട് എത്ര വേക്കൻസി വെച്ചിട്ടാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, BSFന് 108 വേക്കൻസീസ്, CRPFന് 106 വേക്കൻസീസ്, CISFന് 70 വേക്കൻസീസ്, SSBക്ക് 53, ITBP 12. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഫോഴ്സിനും വേക്കൻസി സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 349 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കാം. ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 20 ഇയേഴ്സും മാക്സിമം 25 ഇയേഴ്സുമാണ്. 20 വയസ്സിൽ താഴാനും പാടില്ല, 25 വയസ്സിൽ കൂടാനും പാടില്ല. അങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ DOB റേഞ്ച്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ റേഞ്ച് അവർ പറയുന്നത് 2nd August 2001 to 1st August 2006. അപ്പം August 2001, 2nd August 2001 മുന്നേ ജനിച്ചവരും ആയിരിക്കരുത്, 1st August 2006 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഇതാണ് ആ ഒരു ക്രൂഷ്യൽ ഏജ് ലിമിറ്റിന്റെ ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ വരുന്നത് SC/ST കാറ്റഗറിക്ക് 5 വർഷമാണ്, OBC നോൺ ക്രിമിലെയറിന് 3 വർഷമാണ്, സെൻട്രൽ ഗവൺമെന്റ് സർവൻസിന് 5 വർഷമാണ്, ഇനി എക്സ് സർവീസ് മെൻ ആണെങ്കിലും 5 വർഷം. ഇങ്ങനെയാണ് റിസർവേഷന്റെ സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, സോറി, ഏജ് റിലാക്സേഷന്റെ സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൽ എനി ഡിസിപ്ലിൻ ഒരു ഡിഗ്രിയാണ്, BA ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് പോലീസ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് മിനിമം 165 സെൻറ്റിമീറ്റർ വേണം. മിനിമം 165 സെൻറ്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള മിനിമം ഹൈറ്റ് ആയിട്ട് അവർ പറയുന്നത്. ഇനി ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാതെ 81 സെൻറ്റിമീറ്ററും അതിനോടൊപ്പം തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുമാണ് പറയുന്നത്. ഓക്കെ, ഇനി വെയിറ്റ് വരുന്നത് മിനിമം 50 kg ആണ്. 50 കിലോ എങ്കിലും മിനിമം വെയിറ്റ് വരണം, അതാണ് പറയുന്നത്. ഇനി വിഷൻ, അപ്പോൾ ബെറ്റർ ഐയിലെ വിഷൻ ആണ് പറയുന്നത്. അത് 6/6 or 6/9 ആയിരിക്കണം. ഇനി വേഴ്സ് ഐ ആണെങ്കിൽ 6/12 or 6/9 അങ്ങനെ ആയിരിക്കണം. ഇനി കളർ പെർസെപ്ഷൻ വരുന്നത് CP3 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കാം. അതിൽ ഹൈറ്റ് വരുന്നത് മിനിമം 157 സെൻറ്റിമീറ്റർ ആണ്. ഇനി ചെസ്റ്റ് വരുന്നത് ചെസ്റ്റിൻ്റെ പറയുന്നില്ല. ഇനി വെയിറ്റ് മിനിമം 46 kg ആണ് വരുന്നത്. 46 കിലോ എങ്കിലും മിനിമം വേണം. ഇനി വിഷൻ ആണ്. ബെറ്റർ ഐ ആണെങ്കിൽ 6/6 or 6/9 ആണ്. വേഴ്സ് ഐ ആണെങ്കിൽ 6/12 or 6/9 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ ആണ്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫീ ആണ്. UPSCയുടെ ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിനും നോ രജിസ്ട്രേഷൻ ഫീ ആണ്, ഫ്രീ ആണ്. ഇനി ജനറൽ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 200 rupees ആണ് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. 450 മാർക്കിൻ്റെ ഒരു റിട്ടൺ എക്സാമിനേഷൻ. അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ടാവും. ഇനി സ്റ്റേജ് 2 വരുന്നത് PST ആൻഡ് PT, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെയാണ്. അതാണ് സ്റ്റേജ് 2. അത് ക്വാളിഫയിങ് സ്റ്റേജ് ആണ്. ഇനി സ്റ്റേജ് 3 വരുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്.
അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അതായിരിക്കും സ്റ്റേജ് 3 വരുന്നത്. 150 മാർക്കിൻ്റെയാണ്. ഇനി സ്റ്റേജ് 4 വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ് ആണ്, മെഡിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. അതും ക്വാളിഫയിങ് സ്റ്റേജ് ആണ്, അതാണ് സ്റ്റേജ് 4 വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 450 മാർക്കിനാണ് പേപ്പർ 1 ഉണ്ട്, അതുപോലെ പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1-ന് ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. മാർക്സ് 250 ആണ്, ഡ്യൂറേഷൻ 2 hours ആണ്. അപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 12 മണി വരെ, അങ്ങനെ 2 മണിക്കൂറായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, MCQs ആണ്. ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പേപ്പർ 2 ആണെങ്കിൽ ജനറൽ സ്റ്റഡീസും എസ്സേയും കോംപ്രഹെൻഷനുമാണ്. ഓക്കെ, ഇതിൽ മാർക്ക് 200 ആണ് വരുന്നത്. ഡ്യൂറേഷൻ 3 hours ആണ്, 3 മണിക്കൂറാണ് വരുന്നത്. 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ഓക്കെ, ഇനി ടൈപ്പ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, അപ്പം സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ്, കൺവെൻഷനൽ ആണ്. ഓക്കെ, ഇനി ലാംഗ്വേജസ് വരുന്നത് എസ്സേ ഇൻ ഇംഗ്ലീഷിലായിരിക്കും നാം എസ്സേ എഴുതേണ്ടത്. പിന്നെ ഹിന്ദി ഉണ്ട്, പിന്നെ പ്രിസിസ് ആൻഡ് കോംപ്രഹെൻഷൻ ഇൻ ഇംഗ്ലീഷ് ഓൺലി. അപ്പോൾ ഇത്രയാണ് എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ വിഷൻ വരുന്നത് ബെറ്റർ ആയി 6/6 or 6/9 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി ക്രോണിക് ഡിസീസ്, അതായത് ഡയബറ്റിസ്, TB, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളൊന്നും ഉള്ളവരാവാൻ പാടില്ല. സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നോ സ്പീച്ച് ഇംപെഡിമെൻറ്റ്, സംസാരത്തിലൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഡെഫ്നെസ് അല്ലെങ്കിൽ കേൾവിക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ വരുന്നത്. ഇനി ടാറ്റൂസ് നോക്കുവാണെങ്കിൽ പെർമിറ്റഡ് ഓൺലി ഓൺ ട്രഡീഷണൽ ബോഡി സൈഡ്സ് വിത്ത് റിലീജിയസ് സിമ്പിൾസ്. റിലീജിയസ് സിമ്പിൾസ് ആണെങ്കിൽ മാത്രം ട്രഡീഷണൽ അല്ലെങ്കിൽ ഇന്നർ ആസ്പെക്ട് ഓഫ് ദ ഫോറാം ഇവിടെയൊക്കെയാണ് ടാറ്റൂസ് അവർ പെർമിറ്റ് ചെയ്യുന്നത്. അതർ ടാറ്റൂസ് മേ കോസ് ഡിസ്ക്വാളിഫിക്കേഷൻ. വേറെ എന്തെങ്കിലും ടാറ്റൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. അടുത്തത് എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം വരുന്നുണ്ട്. അതല്ലാതെ ഇത്രയും സെന്റേഴ്സ് ആണ്, 57 cities ആണ് ഇന്ത്യ ഒട്ടാകെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അപ്ലൈ ഫസ്റ്റ് അലോട്ട് മെത്തേഡ് ആണ്. ആദ്യം അപ്ലൈ ചെയ്യുന്നവരെ ആദ്യം അലോട്ട് ചെയ്യും, അങ്ങനെയാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. അക്കൗണ്ട് ക്രിയേഷൻ ആണ് ആദ്യം തന്നെ വരുന്നത്. നമ്മൾ upsc.online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലമായിരിക്കും. അതും കഴിഞ്ഞിട്ട് കോമൺ ആപ്ലിക്കേഷൻ ഫോം വരും, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ എക്സാമിനേഷൻ സ്പെസിഫിക് മൊഡ്യൂൾ സെലക്ട് CAPF. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CAPF നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ UPSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ളവർ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.